നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വേദിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ്, ധർമ്മടം എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. ധീരദേശാഭിമാനികളുടെയും പോരാട്ടങ്ങളുടെയും വീരോതിഹാസങ്ങൾ ഉറങ്ങുന്ന സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന കൂത്തുപറമ്പ് നിയോജക മണ്ഡലം. കൂത്തുപറമ്പ് എന്ന പേര് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ഒരുപക്ഷെ ചരിത്രത്തിലെ ചില നിർണായക ഏടുകളാവാം. എന്നാൽ ഇന്ന് ഈ മണ്ണ് വികസനത്തിന്റെ പുതിയ ചരിത്രം രചിക്കുകയാണ്. കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയും ഒപ്പം കോട്ടയം, മലബാർ, കുന്നോത്തുപറമ്പ്, പാട്ട്യാം, തൃപ്പങ്ങോട്ടൂർ, മോക്കേരി, പന്ന്യന്നൂർ, വേങ്ങാട്, മാങ്ങാട്ടിടം എന്നീ ഗ്രാമപഞ്ചായത്തുകളും ചേർന്ന ഈ മണ്ഡലം നാഗരികവും ഗ്രാമീണവുമായ ജീവിതത്തിന്റെ സമന്വയമാണ്. മലബാർ മേഖലയുടെ തനതായ സവിശേഷതകളും സാധ്യതകളും ഇവിടെയുണ്ട്. എന്നാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ, പ്രത്യേകിച്ച് ഗതാഗതം, കുടിവെള്ളം തുടങ്ങിയ മേഖലകളിൽ ദീർഘകാലമായി നേരിടുന്ന പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാനുള്ള വലിയ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയും കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയുമാണ് ഈ മാറ്റത്തിന് പിന്നിലെ ചാലകശക്തി. 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് ഈ മണ്ഡലത്തിൽ കിഫ്ബിയിലൂടെ മാത്രം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത്. ഈ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത്. കൂത്തുപറമ്പ് ടൗണിലെയും സമീപ ഗ്രാമങ്ങളിലെയും യാത്രാക്ലേശം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള വലിയ പദ്ധതികൾ കിഫ്ബി സഹായത്തോടെ പൊതുമരാമത്ത് വകുപ്പ്, കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന നടപ്പിലാക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് കൂത്തുപറമ്പ് റിംഗ് റോഡാണ്. ടൗണിലെ ഗതാഗത കുരുക്കിന് വലിയ ആശ്വാസമാകുന്ന ഈ പദ്ധതിക്ക് 40 കോടി 23 ലക്ഷം രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. സന്തോഷകരമായ കാര്യം, ഇതിനകം 27 കോടി 85 ലക്ഷം രൂപയുടെ, അതായത് ഏകദേശം 70% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി എന്നതാണ്. ടൗണിലേക്ക് വരേണ്ടതില്ലാത്ത വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാൻ ഇത് വഴിയൊരുക്കും. നഗരത്തിനൊപ്പം ഗ്രാമങ്ങളിലെ റോഡുകളും മെച്ചപ്പെടുന്നുണ്ട്. 12.5 കിലോമീറ്റർ നീളമുള്ള കീഴ്മാട്, കല്ലിക്കണ്ടി, തുവക്കുന്ന്, വടക്കേപ്പൊയിലൂർ, കുന്നോത്തുപറമ്പ് റോഡ് BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നത് ഉദാഹരണമാണ്. 37 കോടി 62 ലക്ഷം രൂപയുടെ ഈ പദ്ധതിയുടെ 16 കോടി 84 ലക്ഷം രൂപയുടെ പണികൾ പുരോഗമിക്കുന്നു. ഇത് കുന്നോത്തുപറമ്പ്, തൃപ്പങ്ങോട്ടൂർ, പാട്ട്യം പോലുള്ള പഞ്ചായത്തുകളിലെ ഉൾപ്രദേശങ്ങളിലെ ജനങ്ങളുടെ യാത്ര എളുപ്പമാക്കും. പുഴകളാൽ വേർതിരിക്കപ്പെട്ട പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. മയ്യഴിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന 2 പ്രധാന പാലങ്ങൾ കൂത്തുപറമ്പ് മണ്ഡലത്തിന് വലിയ മുതൽക്കൂട്ടാണ്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കിഴഞ്ഞി, തുരുത്തിമുക്ക് പാലത്തിന് 17 കോടി 95 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. നിർമ്മാണം പുരോഗമിക്കുകയാണ്. അതുപോലെ തൃപ്പങ്ങോട്ടൂർ, തൊണ്ടന്നൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കല്ലച്ചേരി കടവ് പാലത്തിന് 10 കോടി 14 ലക്ഷം രൂപയുടെ പദ്ധതിയും ആരംഭിച്ചു കഴിഞ്ഞു. ഈ പാലങ്ങൾ വെറും യാത്രാ സൗകര്യം മാത്രമല്ല, 2 ജില്ലകൾ തമ്മിലുള്ള വാണിജ്യ സാമൂഹിക ബന്ധങ്ങൾക്കും കരുത്തേകും. റോഡ് ഗതാഗതത്തിനപ്പുറം ഭാവിയുടെ സാധ്യതകൾ തുറന്നിടുന്ന ഒന്നാണ് ജലഗതാഗതം. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ മാഹി, വളപ്പട്ടണം ഭാഗത്തിന്റെ വികസനത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കലും പുരോഗമിക്കുകയാണ്. ഇതിനായി 650 കോടി 50 ലക്ഷം രൂപയുടെ വലിയ പദ്ധതിക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയിരിക്കുന്നത്. കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് നിർവഹണം. ഭാവിയിൽ കുറഞ്ഞ ചെലവിലുള്ള ചരക്ക് നീക്കത്തിനും വിനോദസഞ്ചാരത്തിനും ഇത് വലിയ വാതിലുകൾ തുറക്കും. മികച്ച റോഡുകളിലൂടെയുള്ള യാത്ര സുഗമമാകുമ്പോൾ അടുത്തതായി നമ്മുടെ ശ്രദ്ധ പോകുന്നത് അറിവിന്റെ ലോകത്തേക്കാണ്. ഒരു നാടിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് അവിടുത്തെ വിദ്യാസമ്പന്നരായ യുവതലമുറയാണല്ലോ. എല്ലാ കുട്ടികൾക്കും മികച്ച പഠനാന്തരീക്ഷം ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കിഫ്ബി നടത്തുന്ന ഇടപെടലുകൾ കൂത്തുപറമ്പ് മണ്ഡലത്തിലും പ്രകടമാണ്.
സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി കോടിക്കണക്കിന് രൂപയാണ് കിഫ്ബി വിവിധ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ നൽകുന്നത്. കണ്ണൂർ ക്ലസ്റ്റർ 18, കണ്ണൂർ ക്ലസ്റ്റർ 1, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ PPE മിഷൻ ഫേസ് 1 തുടങ്ങിയ പദ്ധതികളിലൂടെ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ നിരവധി സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികൾ, ആധുനിക ലാബുകൾ, ലൈബ്രറികൾ, മികച്ച ടോയ്ലറ്റുകൾ, അടുക്കളകൾ, ചുറ്റുമതിലുകൾ എന്നിവയെല്ലാം ലഭിച്ചു. കില, കൈറ്റ് തുടങ്ങിയ ഏജൻസികളാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അനുവദിച്ച തുകയുടെ വലിയൊരു ഭാഗം ഇതിനകം വിനിയോഗിച്ചത് പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പിനെ സൂചിപ്പിക്കുന്നു. ഇത് കുട്ടികൾക്ക് പഠിക്കാൻ മികച്ച സാഹചര്യം ഒരുക്കുക മാത്രമല്ല, പൊതുവിദ്യാലയങ്ങളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റാനും സഹായിക്കുന്നു. നല്ല വിദ്യാഭ്യാസത്തിനൊപ്പം നല്ല ആരോഗ്യവും ശുദ്ധജലവും ഉറപ്പാക്കേണ്ടത് നാടിന്റെ കടമയാണ്. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും കിഫ്ബി ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. കിഡ്നി രോഗം ബാധിച്ച് ഡയാലിസിസിനെ ആശ്രയിക്കുന്ന സാധാരണക്കാർക്ക് താങ്ങും തണലുമാവുകയാണ് സംസ്ഥാന വ്യാപകമായി KMSCL വഴി കിഫ്ബി നടപ്പാക്കുന്ന ഡയാലിസിസ് സെന്റർ പദ്ധതി. 50 കോടി രൂപയുടെ ഈ പദ്ധതിയുടെ പ്രയോജനം കൂത്തുപറമ്പ് മണ്ഡലത്തിലെ രോഗികൾക്കും ലഭിക്കുന്നുണ്ട്. ഇതിനകം 36 കോടിയിലധികം രൂപ സംസ്ഥാനത്ത് ഈ ആവശ്യത്തിനായി ചെലവഴിച്ചു കഴിഞ്ഞു. കൂത്തുപറമ്പിനോട് ചേർന്നുള്ള പാനൂരിലെ താലൂക്ക് ആശുപത്രി വികസിപ്പിക്കാനുള്ള പദ്ധതി കിഫ്ബിയുടെ പരിഗണനയിലുണ്ട് എന്നതും ഈ മേഖലയിലെ ആരോഗ്യരംഗത്തെ ഭാവിയിലേക്കുള്ള പ്രതീക്ഷയാണ് നൽകുന്നത്. വാപ്കോസ് ലിമിറ്റഡിനാണ് ഇതിന്റെ സാധ്യതാ പഠന ചുമതല. ഒപ്പം ഏത് പകർച്ചവ്യാധിയെയും നേരിടാൻ പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങളെ സജ്ജമാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതിയും ആരോഗ്യ സുരക്ഷാ രംഗത്ത് പ്രധാനമാണ്. ശുദ്ധജല ദൗർലഭ്യം നേരിടുന്ന പ്രദേശങ്ങൾക്ക് ആശ്വാസമായി കേരള വാട്ടർ അതോറിറ്റി കിഫ്ബി സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതികളും നിർണായകമാണ്. തലശ്ശേരി കൂത്തുപറമ്പ് സമഗ്ര കുടിവെള്ള പദ്ധതി ഇതിൽ പ്രധാനപ്പെട്ടതാണ്. 85 കോടി 86 ലക്ഷം രൂപയുടെ ഈ വലിയ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകി. പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇത് പൂർത്തിയാകുന്നതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് സ്ഥിരമായി ശുദ്ധജലം ലഭിക്കും. അതോടൊപ്പം തലശ്ശേരി താലൂക്കിലെ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനുള്ള 12 കോടി രൂപയുടെ പദ്ധതിയും പുരോഗമിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം ഈ നാടിന്റെ സാമൂഹികവും സാംസ്കാരികവും കായികവുമായ വളർച്ചയ്ക്ക് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. യുവജനങ്ങളുടെ കായിക അഭിരുചി വളർത്താനും മികച്ച പരിശീലന സൗകര്യങ്ങൾ ഒരുക്കാനും കൂത്തുപറമ്പ് സ്റ്റേഡിയം നവീകരിക്കുന്ന 10 കോടി 83 ലക്ഷം രൂപയുടെ പദ്ധതി സഹായിക്കും. കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ 7 കോടിയിലധികം രൂപയുടെ പണികൾ തീർന്നുവെന്നത് കായിക പ്രേമികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ്. സാംസ്കാരിക രംഗത്ത് കണ്ണൂരിൽ സ്ഥാപിക്കുന്ന വാഗ്ബടാനന്ദൻ സാംസ്കാരിക സമുച്ചയത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ പുരോഗമിക്കുകയാണ്. സമുച്ചയ നിർമ്മാണ പദ്ധതിയും പരിഗണനയിലുണ്ട്. KSFDC ആണ് നിർവഹണ ഏജൻസി. ഇത് ജില്ലയുടെ സാംസ്കാരിക ഭൂപടത്തിൽ ഒരു പുതിയ അടയാളപ്പെടുത്തലാകും. നീതിന്യായ നിർവഹണം സുഗമമാക്കുന്നതിനായി കൂത്തുപറമ്പിൽ 30 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണവും കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ കിൻഫ്രയുടെ വ്യവസായ ഭൂമി ഏറ്റെടുക്കൽ പദ്ധതി ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. KDSCന്റെ നൈപുണ്യ വികസന പദ്ധതി യുവജനങ്ങളെ പുതിയ തൊഴിലുകൾക്ക് പ്രാപ്തരാക്കും. തലശ്ശേരി പൈതൃക പദ്ധതി പോലുള്ളവ കൂത്തുപറമ്പിന്റെ സമീപ പ്രദേശങ്ങളുടെ ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കും. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ നടത്തിയ ഈ വികസന യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഒരു നാടിന്റെ പരിവർത്തനത്തിന്റെ ചിത്രമാണ്. കിഫ്ബിയിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ഈ മണ്ണിന്റെ ഓരോ സ്പന്ദനത്തിലും പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. അത്യാധുനിക റോഡുകളും പാലങ്ങളും, ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്ന സ്കൂളുകളും, മെച്ചപ്പെട്ട ആരോഗ്യ കുടിവെള്ള സൗകര്യങ്ങളും, കായിക സാംസ്കാരിക കേന്ദ്രങ്ങളും, പുതിയ തൊഴിൽ സാധ്യതകളും എല്ലാം ചേർന്ന് കൂത്തുപറമ്പിന് നൽകുന്നത് ശോഭനമായ ഒരു ഭാവിയാണ്. കേരളത്തിൽ ഇന്ന് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായതാണ്. ഒരു വികസന കുതിപ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന
ഒരു കാലഘട്ടമാണിത്. സമസ്ത മേഖലയിലും അതിൻ്റെ അനുരണനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിന് ഒട്ടുമിക്ക വികസന പ്രവർത്തനങ്ങൾക്കും ഫണ്ട് കിഫ്ബിയുടേതാണ്. അപ്പോൾ നല്ല മാറ്റമാണ് നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂത്തുപറമ്പ് മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോഴും നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ പങ്ക് കിഫ്ബി തന്നെയാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കിഫ്ബിയിലൂടെ ഈ തരത്തിൽ ഫണ്ട് അനുവദിക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ അതിവേഗത്തിൽ പരിഹാരം കാണാൻ സർക്കാരിന് സാധിക്കുന്നത്. കിഫ്ബിയുടെ ഒരു പ്രത്യേകത, ഒരു സവിശേഷത അത് തന്നെയാണ്. വെല്ലുവിളികളെ അതിജീവിച്ച് ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളിലൂടെ ഒരു നാടിന് എങ്ങനെ മുന്നേറാൻ കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് കൂത്തുപറമ്പ്. പൂർത്തിയായ പദ്ധതികൾ ജനജീവിതത്തിന് ആശ്വാസമാകുമ്പോൾ പുരോഗമിക്കുന്നവ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. ഈ വികസന മുന്നേറ്റം കൂത്തുപറമ്പിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ്. അത് തീർച്ചയായും വിജയത്തിൻ്റെതായിരിക്കും. അറബിക്കടലിന്റെ തീരത്ത് മനോഹരമായി സ്ഥിതി ചെയ്യുന്ന ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യമുള്ള കേരളത്തിന്റെ ഭരണതലത്തിൽ പോലും ശ്രദ്ധേയമായ ധർമ്മടം നിയോജക മണ്ഡലം. ധർമ്മടം, പിണറായി, വെങ്ങാട്, അഞ്ചരക്കണ്ടി, ചെമ്പിലോട്, കടമ്പൂർ, മുഴപ്പിലങ്ങാട്, പേരളശ്ശേരി എന്നീ പഞ്ചായത്തുകൾ ചേർന്നതാണ് ധർമ്മടം നിയോജക മണ്ഡലം. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവ് ഇൻ ബീച്ചായ മുഴപ്പിലങ്ങാടും പ്രകൃതി രമണീയമായ ധർമ്മടം തുരുത്തും ഈ മണ്ഡലത്തിന് ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ ഇടം നൽകുന്നു. ഇത്രയേറെ സാധ്യതകളുള്ള ഈ നാടിൻ്റെ സമഗ്ര വികസനം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും കിഫ്ബി വഴി നടപ്പാക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ്. ടൂറിസം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, കുടിവെള്ളം, വ്യവസായം, ഊർജം, ജലഗതാഗതം തുടങ്ങിയ എല്ലാ മേഖലകളിലും വലിയ മാറ്റത്തിനാണ് ധർമ്മടം മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. ഈ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് ടൂറിസം മേഖലയിലെ മുന്നേറ്റമാണ്. ധർമ്മടത്തിന്റെ പ്രകൃതിദത്തമായ സൗന്ദര്യം ലോകോത്തര നിലവാരത്തിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളോടെ വിനോദസഞ്ചാരികളിലേക്ക് എത്തിക്കാനുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത്. മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ചിന്റെ സമഗ്ര വികസനത്തിനായി കിഫ്ബി പല ഘട്ടങ്ങളിലായി കോടിക്കണക്കിന് രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഏകദേശം 80 കോടിയോളം രൂപയുടെ ഒരു പദ്ധതിയും 73 കോടിയോളം രൂപയുടെ മറ്റൊരു പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്.
ഇതിലൂടെ നടപ്പാതകൾ, വിശ്രമ കേന്ദ്രങ്ങൾ, ലൈറ്റിംഗ്, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഒരുങ്ങും. ഇതോടൊപ്പം കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഴപ്പിലങ്ങാട് ഒരു 3 സ്റ്റാർ ബീച്ച് റിസോർട്ട് നിർമ്മിക്കുന്നുണ്ട്. 51,86 ലക്ഷം രൂപയുടെ ഈ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകി. 14 കോടിയിലധികം രൂപയുടെ നിർമ്മാണം ഇതിനകം നടന്നു കഴിഞ്ഞു. ഇത് പൂർത്തിയാകുന്നതോടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനും പ്രദേശവാസികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും. ഭാവിയിൽ മുഴപ്പിലങ്ങാടിനെയും ധർമ്മടം തുരുത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു റോപ്പ് വേ പദ്ധതിയും കിഫ്ബിയുടെ പരിഗണനയിലുണ്ട് എന്നത് ടൂറിസം രംഗത്തെ വലിയ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നു. സമീപത്തുള്ള തലശ്ശേരി പൈതൃക പദ്ധതിയും ജില്ലയുടെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ധർമ്മടത്തിനും ഗുണകരമാകും. ടൂറിസം വികസനത്തിനൊപ്പം തന്നെ പ്രധാനമാണ് മികച്ച ഗതാഗത സൗകര്യങ്ങൾ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ ലക്ഷ്യമിട്ട് തലശ്ശേരി, കൊടുവള്ളി, മാമ്പറം, അഞ്ചരക്കണ്ടി, മട്ടന്നൂർ റോഡിന്റെ നവീകരണത്തിനായി 423,72 ലക്ഷം രൂപയുടെ വലിയ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിന്റെ പ്രാരംഭ നടപടികൾ കേരള റോഡ് ഫണ്ട് ബോർഡ് ആരംഭിച്ചു. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രാ സമയം ഗണ്യമായി കുറയും. അതോടൊപ്പം 6 മൈൽ പാറപ്രം റോഡിന്റെ നവീകരണത്തിനായി 14,53 ലക്ഷം രൂപയുടെ പദ്ധതിയും പുരോഗമിക്കുകയാണ്. ഇതിൽ 11,80 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. ചക്കരക്കൽ ജംഗ്ഷൻ മെച്ചപ്പെടുത്തുന്നതിനുള്ള 1,27 ലക്ഷം രൂപയുടെ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഈ മണ്ഡലത്തിലെ ജലഗതാഗത സാധ്യതകളും സർക്കാർ കാണാതിരുന്നിട്ടില്ല. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വെസ്റ്റ് കോസ്റ്റ് കനാൽ മാഹി വളപട്ടണം ഭാഗത്തിന്റെ വികസനത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ പുരോഗമിക്കുകയാണ്. 650,50 ലക്ഷം രൂപയുടെ ഈ വലിയ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ കുറഞ്ഞ ചെലവിലുള്ള ചരക്ക് നീക്കത്തിനും വിനോദസഞ്ചാരത്തിനും പുതിയ വാതായനങ്ങൾ തുറക്കും. കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് നിർവഹണം. ജലാശയങ്ങളാൽ സമ്പന്നമായ ഈ പ്രദേശത്ത് പാലങ്ങളുടെ നിർമ്മാണത്തിനും വലിയ പ്രാധാന്യമുണ്ട്. അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെ ചെറീക്കൽ കോട്ടം പാലം നിർമ്മിക്കുന്നതിന് 23,11 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് KRFP നടപ്പിലാക്കുന്നത്. ഇതിനകം 14 കോടി രൂപയുടെ നിർമ്മാണം പൂർത്തിയായി. അതുപോലെ അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെയുള്ള പുളിഞ്ഞോലിക്കടവ് പാലത്തിന്റെ നിർമ്മാണവും കിഫ്ബിയുടെ പരിഗണനയിലാണ്. കണ്ണൂർ ജില്ലയിലെ 3 പാലങ്ങളുടെ നിർമ്മാണ പാക്കേജിന്റെ ഭാഗമായുള്ള വികസനങ്ങളും ഈ മേഖലയ്ക്ക് പ്രയോജനപ്പെടും. ഒരു നാടിന്റെ ഭാവിയുടെ അടിത്തറ വിദ്യാഭ്യാസമാണ്. ധർമ്മടം മണ്ഡലം വിദ്യാഭ്യാസ രംഗത്തും വലിയ മുന്നേറ്റത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. മലബാറിന്റെ അഭിമാനമായ ബ്രണ്ണൻ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 21,96 ലക്ഷം രൂപയുടെ പദ്ധതി കിഫ്ബി സഹായത്തോടെ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് പൂർത്തിയാക്കി. ഇത് വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്നു. അതിനും വലിയ സ്വപ്നമാണ് പിണറായിയിൽ യാഥാർത്ഥ്യമാകുന്നത്. പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ നിർമ്മാണം. 275,21 ലക്ഷം രൂപയുടെ ഈ അതിബൃഹത്തായ പദ്ധതിയുടെ നിർമ്മാണം KSITILന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. 25 കോടിയിലധികം രൂപയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. ഇത് പൂർത്തിയാകുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വടക്കേ മലബാറിന് തന്നെ മുതൽക്കൂട്ടാകുന്ന ഒരു കേന്ദ്രമായി ഇത് മാറും. പൊതുവിദ്യാഭ്യാസ രംഗത്തും ധർമ്മടം മണ്ഡലം പിന്നോട്ടല്ല. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ PPE മിഷന്റെ ഫേസ് 1, കണ്ണൂർ ക്ലസ്റ്റർ 1, മറ്റ് വിവിധ ക്ലസ്റ്ററുകൾ എന്നിവയുടെ ഭാഗമായി മണ്ഡലത്തിലെ നിരവധി സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ലഭിച്ചു. കൈറ്റ്, കില എന്നീ ഏജൻസികളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്.
സ്മാർട്ട് ക്ലാസ് മുറികളും ആധുനിക സൗകര്യങ്ങളും കുട്ടികൾക്ക് പുതിയ പഠനാനുഭവമാണ് നൽകുന്നത്. കൂടാതെ ഫിഷറീസ് വകുപ്പിന് കീഴിൽ കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടപ്പാക്കുന്ന തീരദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണ പദ്ധതിയും ഈ മണ്ഡലത്തിലെ തീരദേശ വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമാണ്. ആരോഗ്യരംഗത്തും ശ്രദ്ധേയമായ പദ്ധതികളുണ്ട്. സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതി ധർമ്മടം മണ്ഡലത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ലഭിക്കും. ഇത് പകർച്ചവ്യാധികൾ നേരിടാൻ പ്രാദേശിക തലത്തിൽ തന്നെ സൗകര്യമൊരുക്കും. ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്നതിനായി കേരള വാട്ടർ അതോറിറ്റി കിഫ്ബി സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതികളും പ്രധാനമാണ്. ധർമ്മടം പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയുടെ വിപുലീകരണത്തിനായി 16,50,00,000 രൂപയുടെ പദ്ധതി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. കൂടാതെ കണ്ണൂർ പബ്ലിക് ഹെൽത്ത് സർക്കിളിന് കീഴിലുള്ള 45 കോടി രൂപയുടെ പദ്ധതിയുടെ ഗുണഫലവും ഈ മേഖലയ്ക്ക് ലഭിക്കും. ജലവിഭവ രംഗത്തെ മറ്റൊരു നാഴികക്കല്ലാണ് അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെ പിണറായി പഞ്ചായത്തിലെ പാറപ്രത്ത് നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ലോക്ക്. 56,42,00,000 രൂപയുടെ ഈ പദ്ധതി KIIDCയുടെ നേതൃത്വത്തിൽ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. ഇത് കാർഷിക ആവശ്യങ്ങൾക്കും ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനും വലിയ സഹായമാകും. അതുപോലെ പിണറായി പഞ്ചായത്തിൽ തന്നെ ഉമ്മൻചിറ പുഴയ്ക്ക് കുറുകെ ചെക്കുപാലത്ത് നിർമ്മിച്ച റെഗുലേറ്റർ കം ബ്രിഡ്ജും ജലനിയന്ത്രണത്തിനും ഗതാഗതത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുന്നു. ഇവയ്ക്കെല്ലാം പുറമെ മറ്റ് പല മേഖലകളിലും വികസനത്തിന്റെ സ്പർശമെത്തുന്നുണ്ട്. നോർത്ത് മലബാർ ലൈൻസ് പാക്കേജിന്റെ ഭാഗമായി KSEBL ട്രാൻസ്ഗ്രിഡ് നടപ്പിലാക്കുന്ന 109 കോടി രൂപയുടെ പദ്ധതി ഈ മേഖലയിലെ വൈദ്യുതി പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്തും. കിൻഫ്രയുടെ വ്യവസായ ഭൂമി ഏറ്റെടുക്കൽ പദ്ധതി ഭാവിയിൽ വലിയ തൊഴിൽ സാധ്യതകൾ തുറക്കും. കണ്ണൂരിൽ നിർദ്ദിഷ്ട IT പാർക്കിനായുള്ള 5 ലക്ഷം ചതുരശ്ര അടി IT കെട്ടിടത്തിന്റെ നിർമ്മാണ പദ്ധതിയും കിഫ്ബിയുടെ പരിഗണനയിലുണ്ട്. KDISCിന്റെ നൈപുണ്യ വികസന പദ്ധതി യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ നൽകും. കായിക രംഗത്ത് ധർമ്മടത്തെ അബു ചാത്തുകുട്ടി സ്റ്റേഡിയത്തിന്റെ നവീകരണവും പുരോഗമിക്കുകയാണ്. നമ്മുടെ കിഫ്ബി പദ്ധതി ധർമ്മടം അസംബ്ലി മണ്ഡലത്തിൽ വിപുലമായ സാധ്യതകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ ഹബ്ബ്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഹൈസ്കൂളിനും മറ്റുമുള്ള പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനം ഇതെല്ലാം ഉണ്ട്. കിഫ്ബി ഫണ്ടിൻ്റെ ഭാഗമായിട്ടാണ് ധർമ്മടം പഞ്ചായത്തിലും സമഗ്രമായിട്ടുള്ള വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 11ഓളം പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ധാരാളം മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപ ഒരു വശത്തിൽ വരുന്നുണ്ട്. എല്ലാം സമഗ്രമായ പുരോഗതിയാണ് ധർമ്മടം പഞ്ചായത്തിന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ചില ഏജൻസികളുടെ സാമ്പത്തികമായിട്ടുള്ള സംഭാവനയുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് പുരോഗതി ഇവിടെ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ കഴിഞ്ഞ 8 വർഷക്കാലയളവിൽ ധർമ്മടം ഗ്രാമപഞ്ചായത്തിന് മാത്രം അനുവദിച്ചിട്ടുള്ളത് 311 കോടിയുടെ വികസന പ്രവർത്തനമാണെന്ന് ഞാൻ കിഫ്ബിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ധർമ്മടം നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ നടത്തിയ ഈ യാത്ര വികസനത്തിന്റെ എത്ര വിപുലമായ ക്യാൻവാസാണ് ഇവിടെ ഒരുങ്ങുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ടൂറിസം മുതൽ വിദ്യാഭ്യാസം വരെ, ഗതാഗതം മുതൽ കുടിവെള്ളം വരെ, ഊർജം മുതൽ വ്യവസായം വരെ എല്ലാ മേഖലകളിലും കിഫ്ബിയിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ഈ നാടിന്റെ ഭാവിയെ പുനർനിർവചിക്കുകയാണ്. പൂർത്തിയായ പദ്ധതികൾ ജനങ്ങൾക്ക് ആശ്വാസമാകുമ്പോൾ പുരോഗമിക്കുന്നവ നാളെയുടെ പ്രതീക്ഷകളാണ്. പരിഗണനയിലുള്ളവ വലിയ സ്വപ്നങ്ങൾക്ക് നിറം നൽകുന്നു. കൃത്യമായ കാഴ്ചപ്പാടോടെ സമയബന്ധിതമായി പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഒരു നാടിന് എങ്ങനെ മാറാൻ കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ധർമ്മടം മണ്ഡലം. ഈ വികസന കുതിപ്പ് തുടരുക തന്നെ ചെയ്യും. വികസന വീതിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.